ട്രൈബ് എന്ന് പറയുന്ന ഈ വലിയ എഡ്യൂക്കേഷൻ സ്ഥാപനത്തിൻ്റെ MD മിസ്റ്റർ സത്ത, അതേപോലെ ഇതിൻ്റെ മാനേജറായിട്ടുള്ള സഹര ആൻഡ് the teachers, I would call you as rather teachers. ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ പോലെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കുമ്പോൾ ലോകത്തിൽ എവിടെയാണെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഇവിടെ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ടീച്ചറാണെന്ന് എനിക്കറിയാം, നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എവിടെയാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ ഐ ആസ്ക് യു ദ സെയിം ക്വസ്റ്റ്യൻ, വേർ ഡു യു വർക്ക്? നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? We work in a special platform. Okay. Specifically disabled children. Disabled children. Yeah, that's a right answer. What else? Where do you work? Okay, where do you work? Okay, yourself? That's a name actually. Yeah. Okay, മാർക്കറ്റിംഗ് സ്റ്റാഫ്. ഓക്കെ, വാട്ട് എവർ ഇറ്റ്. യൂഷ്വലി നമ്മളെല്ലാവരും പറയുന്ന ഇതാണ്. പക്ഷേ ആക്ച്വലി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻ എ ഫാക്ടറിയാണ്. യു ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി വേർ യു ആർ മാനുഫാക്ചറിങ് ദ ബ്രെയിൻസ് ആൻഡ് ദ മൈൻഡ്സ് ഓഫ് അപ്കമിങ് ജനറേഷൻ. ശരിയാണോ തെറ്റാണോ? ശരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഫാക്ടറിയിലാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ കുട്ടികളുടെ വരും തലമുറകളുടെ ബ്രെയിൻ ആസ് വെൽ ആസ് ദർ മൈൻഡിനെ നമ്മൾ എന്ത് ചെയ്യണം? ഷേപ്പ് ചെയ്യാണ്, മാനുഫാക്ചറിങ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം ഇത് പിന്നെ ലാൻഫിഡൻസ് എന്ന് പറയുന്ന വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷെ ഇത് വാങ്ങുന്ന സമയത്ത് ഇത് ട്രൈബ് എന്ന് പറയുന്ന ഇത് വാങ്ങാൻ പോയപ്പോൾ ആരാണ് വാങ്ങാൻ പോയപ്പോഴും അവരാദ്യമേ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് കേടുപാടുകളുണ്ടോയെന്നാണ്, അല്ലേ? ഇത് കസ്റ്റമർ ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ്, ആണോ അല്ലയോ? അപ്പോൾ അതേപോലെ തന്നെ ഇത് കേടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചും കൊടുക്കും. അപ്പം നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് നമ്മൾ എൻഷുർ ചെയ്യേണ്ടത് എവിടെയാണ്? ഈ നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ കസ്റ്റമർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് മാറ്റാനായിട്ട് വരണം. ഫോർ എക്സാമ്പിൾ, ഈ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങാൻ തയ്യാറാവുന്നത് പോലെ തന്നെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾ 2ാം ക്ലാസ്സിലെ ടീച്ചേഴ്സ് വയബിളാണ് ഈ പ്രൊഡക്റ്റുകൾ. അതിൽ നിന്ന് 3-ാം എണ്ണത്തിനെ മാറ്റി നിർത്താനായിട്ട് ഒരു കാരണവശാലും പറയാൻ പാടില്ല. അതായത് ടീച്ചർ പറയുകയാണ് ഈ 2-3 പിള്ളേരെ എനിക്ക് വേണ്ട. അത് വീട്ടിലും അത് നടക്കുന്നുണ്ട്. അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഒരു വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഐ ഡോണ്ട് സേ അൺഫോർച്ചുനേറ്റ്ലി, ഫോർച്ചുനേറ്റ്ലി, ഭാഗ്യവശാൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നത് സോക്കോൾഡ് സം ഡിസബിലിറ്റീസ് ഉള്ള അല്ലെങ്കിൽ ഡിസ്ലെക്സിയ ഉള്ള ടൈപ്പ് ഓഫ് സ്റ്റുഡൻസിനെയാണ്. ആൻഡ് അത്തരത്തിലുള്ള കുട്ടികളെ ശരിക്കും പഠിപ്പിക്കാനായിട്ട് അവരുടെ കോൺഷ്യസ് മൈൻഡ് അത്ര ആക്റ്റീവ് അല്ല എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അവിടെ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ആക്റ്റീവാണ്. അപ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിനേക്കാളും 6000 ടൈംസ് സ്ട്രോങ്ങറാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ഈ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്ന ഇമേജസും ഇമോഷൻസുമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏതൊരു കോൺഷ്യസ് മൈൻഡ് ഉള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ തന്നെ നിങ്ങൾ അല്പം ഒന്ന് ക്രിയാത്മകമായും അതോടൊപ്പം സമർപ്പിതമായിട്ടുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ കുട്ടികളെയും കസ്റ്റമർ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിനുള്ള ഏറ്റവും നല്ല ഉപാധി അല്ലെങ്കിൽ മാർഗം എന്ന് പറയുന്നത് NLP തന്നെയാണ്. NLPയുടെ വെരിഫൈഡ് മാസ്റ്റർ പ്രാക്ടീഷനാണ് സർക്കാർ. അതേപോലെ ഹിപ്നോട്ടിസം ഒത്തിരിയധികം കോഴ്സുകൾ ആൾ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടില്ലെങ്കിൽ ഒത്തിരിയധികം മറ്റ് കോഴ്സുകൾ ചെയ്തിട്ടുണ്ട്. ഹിപ്നോട്ടിസം ചെയ്തിട്ടുണ്ട്, TA ചെയ്തിട്ടുണ്ട്, എനിയാഗ്രാം ഹിപ്നോട്ടിസത്തിൻ്റെ 3 ലെവൽ വരെയും ചെയ്തിട്ടുണ്ട്. അപ്പം അതിലെ ടൂൾസുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അത് തന്നെയാണ്, ടൂൾസുകളുണ്ട് നമുക്ക്. ആ ടൂൾസുകൾ അതിൽ NLPയിൽ നല്ല ടൂൾസുകളുണ്ട്. ആ ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു വൺസ് ഇൻ എ വൈൽ അറ്റ്ലീസ്റ്റ് 6 in a month ഈ കുട്ടികളെല്ലാം കൂടെ ഒന്നിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഈ തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ തന്നെ ഈ കുട്ടികളെ നിങ്ങൾക്ക് രൂപപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനുള്ള സ്കിൽസ് അല്ലെങ്കിൽ റിസോഴ്സസ് നമ്മുടെ കയ്യിലുണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ ഇത്തരം ഒരു ഘട്ടത്തിൽ നിങ്ങളോട് ഒരു ടെസ്റ്റിമോണിയിൽ കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. കാരണം അവിടെ സ്റ്റുഡൻസ് വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സത്യത്തിൽ ഒരു കോപ്പി അടിച്ച് ജയിച്ച ഒരാളാണ്. അത് 220 മാർക്കായിരുന്നു. അതേപോലെ PDC പഠിക്കുമ്പോൾ എല്ലാ വിഷയത്തിനും തോറ്റ ഏക വ്യക്തി ഞാൻ.
എല്ലാ വിഷയത്തിനും. അതിൽ പ്രിൻസിപ്പൾ പറഞ്ഞ വാക്ക് എങ്ങനെയാണ് പോളിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നത്, കാരണം നമ്മുടെ ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ എല്ലാ വിഷയത്തിനും തോറ്റ ഏക വ്യക്തി പോളാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഇൻക്ലൂഡിങ് മലയാളം. അപ്പം ഞാൻ ഉടനെ സാറിനോട് ചോദിച്ചു മലയാളത്തിന് എന്ത് പറ്റിയെന്ന്. എന്താ കാരണം? ഈ ഇൻക്ലൂഡിങ് എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞാലല്ലേ മലയാളത്തിൽ നമുക്ക് എന്ത് പറ്റിയെന്ന് അറിയാൻ പറ്റുള്ളൂ. ഇത് പിന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതേപോലെ ഇറ്റ്സ് എ ലിവിങ് ഫാക്ട് ആക്ച്വലി. ഇതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിൽ ഒരു വാക്കും കളവെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന മറ്റേതൊരു കുട്ടികളെ പോലെ ആയിരുന്ന ഒരു കുട്ടി തന്നെയായിരുന്നു ഞാൻ. അതേസമയം ഇന്നിപ്പം നാളെ ഈ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ മറ്റന്നാൾ പിന്നെ അതായത് 11-ാം തീയതി ഞാൻ പോകുന്നത് സൗദി അറേബ്യയിലേക്കാണ്. ഞാൻ വന്നത് ഫ്രൈഡേ ആണ്, UK നിന്നാണ് വന്നത്. ഫ്രൈഡേയിൽ വന്നു, സാറ്റർഡേ ഒരു ദിവസമായിരുന്നു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. സൺഡേ മുതൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിരിക്കുകയാണ്. ഇത് ഫ്രൈഡേ കഴിയും, സാറ്റർഡേ ഞാൻ അഗൈൻ സൗദിയിലേക്ക് പോകും. സൗദിയിലേക്ക് പോകുന്നത് അവിടുത്തെ ഒരു വലിയ കമ്പനിയാണ്, മെയ്സ് ഗൾഫ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് കോർപ്പറേറ്റ് ട്രെയിനിങ് കൊടുക്കാനായിട്ടാണ് പോകുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാം UK പോയിട്ട് ക്ലാസ് എടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തേ പറ്റും. അതേപോലെ തന്നെ ഞാൻ മൈക്രോസോഫ്റ്റിൽ വർക്ക് ചെയ്ത ആളാണ്. അതേപോലെ തന്നെ സൗദി അറേബ്യയിലെ റോയൽ പ്രോട്ടോകോൾ ഓഫീസ്, അതായത് നമ്മുടെ രാഷ്ട്രപതി ഭവന് തുല്യമായ ആ ഗവൺമെൻറ് സെക്ടറിൽ ക്ലാസ്സുകൾ ധാരാളം പ്രാവശ്യം എടുത്ത ആളാണ്, ഇപ്പോഴും എടുക്കുന്നത്. അൽമറായി എന്ന് പറയുന്ന കമ്പനിയുടെ ട്രെയിനിങ് കൊടുത്ത ആളാണ്. ഞാൻ ഇത്രയൊക്കെ നിങ്ങളോട് പറഞ്ഞത് ഞാനൊരു വലിയ ആളാണ് എന്ന് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടല്ല, മറിച്ച് എന്നെ ഈ ഇൻക്ലൂഡിങ് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാതിരുന്ന ഈ അവസ്ഥയിലേക്ക് എന്നെ എത്തിച്ച ഒരാളും, ആ ആളുടെ പേര് ജോർജ് കുട്ടി എന്ന് പറയുന്ന ഒരു ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്, ഒരു ഹിസ്റ്ററി അധ്യാപകനാണ്. ഈ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകൻ, അദ്ദേഹം വാ തുറന്നാൽ പറയുന്ന പേര് ഷേക്സ്പിയർ, ബെർണാഡ് ഷാ, ബീഥോവൻ, വിക്ടർ ഹ്യൂഗോ, അങ്ങനെ എല്ലാ ലോകത്തിലെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള റൈറ്റേഴ്സിൻ്റെ പേര് അദ്ദേഹം എപ്പോഴും പറയാം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, ഹിസ്റ്ററിയിൽ ഞാൻ എൻ്റെ പഠിത്തത്തിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ എല്ലാ ചോദ്യവും എനിക്ക് ഒരേപോലെ അറിയാവുന്നതായതുകൊണ്ട് ഞാൻ ചോദ്യം വായിക്കാറില്ല, ഉത്തരം എഴുതാറുള്ളൂ. അതിൽ ഞാൻ ഇദ്ദേഹത്തിന് എപ്പോഴും ഈ കോട്ട്സ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറേ കോട്ട്സ് എഴുതിയിട്ട് കൊടുത്തു. ഈ പാവന് രാത്രി മുഴുവനും ഈ ലൈബ്രറി തപ്പുകയാണ്. ഏതായാലും പിറ്റേ ദിവസം എന്നെ ഓഫീസിലേക്ക് പിടിപ്പിച്ചിട്ട് ചോദിച്ചു, പോളിന് ഈ കൊട്ടേഷനൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കാരണം ഈ കൊട്ടേഷനൊന്നും ഷേക്സ്പിയറിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, പോളിന് എവിടെ നിന്നാണ് ഈ കോട്ട്സ് എല്ലാം കിട്ടിയത്? അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ സ്വന്തം എഴുതിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, നീ എന്തിനാ അതിൻ്റെ ഇടയിൽ ഷേക്സ്പിയറിന് എഴുതി വെച്ചെന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചു, സാറേ പോൾ തോമസ് എഴുതിയ സാറ് മാർക്ക് തരുമോ? അപ്പം സാർ എന്നോട് ചോദിച്ചു, നിനക്ക് എത്ര മാർക്ക് വേണം എന്ന് ചോദിച്ച് ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പരീക്ഷയ്ക്ക് ജയിച്ചത് ആ സാറ് 20-21 മാർക്ക് ഇട്ടതെന്നാണ് എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്ന ജയിച്ച ഒരു സബ്ജക്റ്റ് ആയിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാര്യങ്ങൾ മുമ്പോട്ട് പോയി. സൂചിപ്പിച്ചതുപോലെ +2 എല്ലാ വിഷയത്തിന് ഞാൻ തോറ്റു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വളരെ കാഷ്വലായിട്ട് എന്നെ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചിട്ട്, ഞാൻ സാമാന്യം നല്ല രീതിയിൽ വോളിബോൾ കളിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കളിയിൽ എങ്ങനെയോ അദ്ദേഹം അറിഞ്ഞ് നന്നായിട്ട് ഞാൻ പെർഫോം ചെയ്തു എന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇന്നലെ പന്തളി പോള് ഒറ്റയ്ക്കാണ് ജയിപ്പിച്ചത് എന്ന് കേട്ടല്ലോ. കഴിഞ്ഞ ദിവസം. ഞാൻ പറഞ്ഞു യെസ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു, എന്താണ് നീ അതിൽ ഉപയോഗിച്ചത്? അപ്പം നമ്മൾ ഒരു 5 മിനിറ്റ് പറയേണ്ട കാര്യം ഞാനൊരു അരമണിക്കൂർ എടുത്തങ്ങ് പറഞ്ഞു. കാരണം എന്താണ്, ഞാൻ പറയുമ്പോൾ ഇദ്ദേഹം നിങ്ങളിരിക്കുന്ന പോലെ വളരെയധികം ആകാംക്ഷയോടെ, വളരെ താല്പര്യത്തോടെ, അതിനേക്കാൾ ഉപരി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വിരിയുന്ന ഭാവവ്യത്യാസങ്ങൾ, റിയലി ഇങ്ങനെ ഇദ്ദേഹം എന്നെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ പറയാനുള്ള ആവേശം എന്ത് ചെയ്തു, കൂടുകയാണ്. ഏറ്റവും അവസാനമാണ് എനിക്ക് മനസ്സിലാകുന്നത്, ഈ പാപത്തിന് വോളിബോളിൻ്റെ ABCD അറിയാത്ത മനുഷ്യനാണ്. അദ്ദേഹമാണ് എന്നെ ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഈ പറയിപ്പിക്കാനുള്ള വ്യഗ്രത കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം വളരെ ശാന്തമായിട്ട് ഒരു ചോദ്യം ചോദിച്ചു, അപ്പോൾ സത്യത്തിൽ അപ്പോൾ നിൻ്റെ ബുദ്ധിയല്ലേ എന്ന് ആ ക്വാർട്ടർ ഉപയോഗിച്ചതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു യെസ് എന്നൊരു മതിവിൽ ഒരു 100% എഗ്രി ചെയ്യാതെ, കാരണം എനിക്ക് എന്നെ പറ്റി നല്ല മതിപ്പുണ്ട്, എനിക്ക് ബുദ്ധി ഇല്ലാത്ത ആളാണ്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ സാറ് എന്നോട് പറഞ്ഞു, നിനക്ക് നിൻ്റെ ബുദ്ധിയല്ലേ ഉപയോഗിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവിടെ അധികം അത്ര അസർട്ടീവായില്ല, ഇങ്ങനെ ഉള്ളൊരു രീതിയിൽ വന്നു. ആ ആൾ വീണ്ടും വളരെ ശാന്തമായിട്ട് ഒരിക്കൽ കൂടി ചോദിച്ചു,
അപ്പോൾ നിന്നോട് ഞാൻ ചോദിച്ചത്, നീ നിന്റെ ആ കോട്ടിൽ ഉപയോഗിച്ചത് സത്യത്തിൽ നിന്റെ ആ ബുദ്ധിയല്ലേ? ഇത് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ചെയ്ത് നീ അവർക്ക് പറഞ്ഞു കൊടുത്തു, നീ അങ്ങനെ ചെയ്തു ഒക്കെ നിന്റെ ബുദ്ധിയല്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ കുറച്ചും കൂടെ അസർട്ടീവായിട്ട് പറഞ്ഞു, അതേ ബുദ്ധിയാണെന്ന് പറഞ്ഞാൽ. ഈ നല്ല മരം കൊണ്ടുണ്ടാക്കിയ ഒരു മേശയാണ്. ഇദ്ദേഹം മെല്ലെ ഒന്നും പറയുന്ന പോലെ ശാന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് ഒറ്റ അടി മേശപ്പുറത്തേക്ക് അടിച്ചിട്ട് ഇദ്ദേഹം വളരെ ശക്തമായിട്ട് ഇങ്ങനെ ചോദിച്ചു, then why don't you use the same in the classroom? ഇത് ഈ സൗണ്ടിലല്ല, ഒരു ഷൗട്ടിംഗ് ആണ്. ഇംഗ്ലീഷിന്റെ ABCD അറിയാതിരുന്ന ആൾക്ക് എനിക്കത് മനസ്സിലായി. ആ ഒരൊറ്റ ആക്ഷനിലൂടെ, ആ ജസ്റ്റേഴ്സിലൂടെ ആ ഒരു ആക്ഷൻ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞു യെസ് എന്ന് പറഞ്ഞു. അത് എൻ്റെ ജീവിതത്തിലെ സത്യത്തിൽ വലിയ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരുന്നു, വലിയൊരു മാറ്റം വരുത്തുകയാണ്. എനിക്ക് തോന്നുന്നത് 2 വർഷം മുമ്പ് ഞാൻ ബഹ്റിനിൽ പോയി സ്കൂളിലെ ടീച്ചേഴ്സിനെ മുഴുവനും ക്ലാസ് എടുക്കുകയായിരുന്നു. ഈ ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ഞാൻ അവരോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു, 10-15 വർഷം അല്ലെ 10-20 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും സ്റ്റുഡൻറ്റ് ഇതേപോലെ നിന്നിട്ട് ഞാൻ ഇന്ന് പോൾ തോമസ് പറയുന്നത് പോലെ, ഈ ജോർജ് കുട്ടി എന്ന് പറയുന്ന അധ്യാപകനെ പറ്റി പറഞ്ഞ പോലെ നിങ്ങളുടെ എത്ര കുട്ടികൾ സംസാരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ലിറ്ററലി ഐ ഹാവ് സീൻ ഈച്ച് വൺ ഓഫ് ദം, ഓൾ ഓഫ് ദം റിയലി ക്രൈ, ടീയേഴ്സ് ഇങ്ങനെ റൺ ചെയ്യുകയാണ്. കാരണം അവരെ പറ്റി ആരും പറയില്ലെന്ന് അവർക്ക് തന്നെ ഒരു തോന്നലുണ്ട്. കാരണം കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ ഒന്നെന്താണ്? കമ്മിറ്റ്മെൻറ്റ് ആണ്. ബിക്കോസ് യു ആർ വർക്കിംഗ് ഇൻ എ ഫാക്ടറി. വിത്ത് ദാറ്റ്, with all my blessings or from the bottom of my heart, my എന്താ പറയുക, എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും ത്രൈവ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിനും അതിൻ്റെ ചീഫ് ഫാക്കൽറ്റിയും മെൻറ്ററും MDയുമായിട്ടുള്ള സത്താറിനും അതേപോലെ സമീറെ മറ്റുള്ള ടീമിനും ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. Thank you, sir, for spending a valuable time with us. Indeed, it's a true inspiration for us who are journey of teachers. Like, we like your life experience and we'll always remind it in our mind. Thank you, sir. Thank you.